Morning. Magic morning. Magic Okay. morning. Magic morning, Magic John. morning. Magic morning. Magic morning. Okay. Magic morning. ഓക്കെ എല്ലാവരുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കാം. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ മാജിക് ഫൗണ്ടർ, ദെൻ ടാബിൾ ടോക്ക് ഫൗണ്ടർ ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ചുമായിട്ടുള്ള നമ്മുടെ സേഫ് വാളപ്ര സാറാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. സോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഈ സെഷൻ എടുക്കാൻ വേണ്ടി സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. Morning. Good morning. Magic morning to all. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെയാണ് സർ. താങ്ക് യു ഓൾ. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല സെഷനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചൊരു 45 മിനിറ്റിൻ്റെ അധികം അവൻ സംസാരിച്ചു. സംസാരിച്ച കാര്യം എന്താ വെച്ചാൽ, ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ്റെ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ എന്നോട് എൻ്റെ ലൈഫ് കമ്പയർ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഞാനും അവൻ കുറെ വർഷങ്ങൾക്ക് മുമ്പേ അറിയുന്നതാണ്. അപ്പൊ എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, എൻ്റെ സ്ട്രഗ്ലിങ്ങിൽ നിന്ന് എങ്ങനെ ഒഴിവായിരിക്കുന്നത്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദിച്ചു, സംസാരിച്ചു. ആ സമയത്ത് എന്നോട് സംസാരിച്ച ഈ വ്യക്തിയുടെ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ കാര്യം, എന്തുകൊണ്ടാണ് ഇത് വർക്കൗട്ട് ചെയ്യാതിരുന്നത് എന്നുള്ളതും അവരുടെ തിരിച്ചറിവുണ്ടായി എൻ്റെ സംസാരത്തിന് ശേഷം. ആ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല സമയത്തും നമ്മൾക്കിത് വർക്ക് ചെയ്യാത്തൊരു കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല സമയത്തും ഹീല് ചെയ്യപ്പെടാറില്ല. ഹീലിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ലോ ഓഫ് അട്രാക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളായി തീരും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങളായി തീരും, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം നമുക്കറിഞ്ഞിട്ടും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയത് എത്ര വർഷമായിട്ടുണ്ടാവും? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്ത് എത്ര വർഷമായിട്ടുണ്ടാവും? എത്ര വർഷമാണ് ആയിട്ടുള്ളത്? ഈ ഒരു മൈൻഡിനെ കുറിച്ചിട്ടും പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് പോലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് എത്ര വർഷമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യും. അഞ്ച് വർഷം, 3 വർഷം, 2 വർഷം, 5 വർഷം, വേറെ വേറെ 1 വർഷം. കൃഷ്ണമൂർത്തി സാർ ലോങ് ടൈം. ഷമീറ മാം 1 വർഷം. വേറെ കഴിഞ്ഞോ? ഓക്കെ, ഇപ്പൊ മാക്സിമം ഇതിൽ വന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. ഓക്കെ, എൻ്റെ ഒരു കേസിൽ എടുക്കുകയാണെങ്കിലും ഞാനൊരു 7 വർഷമൊക്കെയായിട്ടുള്ളൂ ഞാൻ ഇത്ര സബ്ജക്റ്റുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. കൊറോണയുടെ മുമ്പ് 2017 ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കേൾക്കുന്നതും ഈ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്നതും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ. സോ എൻ്റെ ഇത്രയും കാലം ഞാൻ ജീവിച്ചതിൽ നോക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് കാലഘട്ടങ്ങളെ ഞാൻ ഈ ഒരു തിയറി തിരിച്ചറിഞ്ഞിട്ടായിട്ടുള്ളൂ. അതിനുശേഷമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള എൻ്റെ കാലഘട്ടങ്ങളുണ്ട്. ആ കാലഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ വളർന്നു വന്നിരിക്കുന്നത്, ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിരിക്കും. ആ വിശ്വാസത്തിന് ബീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ വിശ്വാസത്തിനെ മറികടക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കാത്തത്. അപ്പൊ അതിനെന്താണ് ചെയ്യാൻ സാധിക്കുക? അതിന് നമ്മൾ പ്രോപ്പറായിട്ട് ഹീലിംഗ് ചെയ്യാൻ പഠിക്കണം. എന്താണ് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ സംസാരിക്കാൻ പറ്റുക? വാട്ട് ഈസ് ഹീലിംഗ്? പല സെഷനിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഹീലിംഗ്? എന്താ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ആരാ പറയാ? ആർക്കും പറയാം. സുഖപ്പെടുത്തുക, മുറിവിനെ സുഖപ്പെടുത്തുക അല്ലെങ്കിൽ മുറിവ് സുഖപ്പെടുത്തുക അല്ലേ? അതായത് നമ്മൾക്കിപ്പോൾ നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് സുഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് നമുക്ക് ഹീലിംഗ് എന്ന് പറയാം. ഓക്കെ, അതൊരു ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ശരിക്കൊരു പ്രോസസ്സാണ്. നമ്മുടെ ഇമോഷണലോ മെന്റലോ ഫിസിക്കലോ ആയിട്ടുള്ള എനർജിനെ എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയനെ നമുക്ക് എന്ത് ചെയ്യാം, ഹീലിംഗ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് പല സമയത്തും നമ്മൾ ചെയ്യപ്പെടാറുള്ളത് ഈ ഹീലിംഗ് ആണ്. ലൂയിസേന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ബുക്ക് ഉണ്ട്, യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഓക്കെ, യു ക്യാൻ ഹീൽ യുവർ ലൈഫ്. യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്ന ആ പുസ്തകം ലൂയിസയുടെ സ്റ്റോറി വളരെ മനോഹരമായിരിക്കുന്ന സ്റ്റോറിയാണ്. അവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് ഉണ്ടായിരിക്കുന്ന കുറെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഒരു ഡിവോഴ്സ് ആവുന്നത്. അതിനുശേഷം അവർ 40 വയസ്സിന് ശേഷം അവർ ഇങ്ങനത്തെ ഒരു ട്രെയിനർ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതും അവർ ചർച്ചിലെത്തുന്നതും അവിടുന്ന് അങ്ങോട്ട് അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പുസ്തകമാണ് യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്ന പുസ്തകം. ഈ ഒരു പുസ്തകത്തിൽ പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് മിറർ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും. പല സ്ഥലത്തും പല സമയത്തും നമ്മുടെ മെഡിറ്റേഷനിലൊക്കെ നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും നമുക്കെപ്പോഴും പെട്ടെന്ന് ഓർമ്മയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മളെ കൂടുതൽ സന്തോഷമായിരിക്കുമോ സങ്കടമായിരിക്കുമോ? സന്തോഷമായിരിക്കും സങ്കടമായിരിക്കും നമ്മൾ ഓർമ്മയിൽ പെട്ടെന്ന് ഉണ്ടാവുക? പെയിൻ ആയിരിക്കും. പെയിൻ ആയിരിക്കും. ഓക്കെ, ഈ പെയിൻ ഹീല് ചെയ്ത് കളയാഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു പോയിന്റ് കറക്റ്റ് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ കുറേ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കുറേ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് കുറേ കാലമായിട്ട് അട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമുക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ, നമ്മൾ ആഗ്രഹിക്കുന്ന വെൽത്ത് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? നിങ്ങൾ കമന്റ് യെസ് ഓർ നോ? അവരില്ല, കേൾക്കുന്നില്ലേ? കൃഷ്ണ, നമ്മൾ ആഗ്രഹിക്കുന്ന സമ്പത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും വരുമാനം നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. യെസ് ഓർ നോ? കൃഷ്ണമൂർത്തി സാർ എസ് പറഞ്ഞു, ദീപ മാം എസ് പറഞ്ഞു, നൗഫൽ സാർ എസ് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്. Hope like so, but actually IDK. That means I don't know. Okay. Mani sir is the BMMS. BMMS. കഴിഞ്ഞു, എത്ര പേരുള്ളൂ? നോ എന്നുള്ള ആളുകൾക്കും കമന്റ് ചെയ്യാം കേട്ടോ. എസ് മാത്രമല്ല, നോ എന്നുള്ള ആൾക്കും കമന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയാം. ഞാൻ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് പറയാം. എനിക്ക് ഒരു ദിവസം 50,000 രൂപ ഏൺ ചെയ്യാൻ സാധിക്കും. സിമ്പിൾ. അതായത് എനിക്കൊരു ദിവസം 50,000 രൂപ ഏൺ ചെയ്യാൻ സാധിക്കും. 50,000 രൂപ ഏൺ ചെയ്യാന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? ഒരു 15 ലക്ഷം രൂപ എനിക്കൊരു മാസത്തിൽ വളരെ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്തേ. നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ എത്രയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, ഒരു ദിവസത്തിൽ ഒരു 50,000 രൂപ, ഒരു മാസത്തിൽ ഒരു 15 ലക്ഷം രൂപ എനിക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളൊന്നും കമന്റ് ചെയ്തേ. എസ് കമന്റ് ചെയ്തേ. പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ അതിൽ നിങ്ങൾക്ക് ഒരു 99.9 അല്ല 100% എനിക്ക് ഷുവർട്ടി വേണം. എനിക്കൊരു ഡൗട്ടും ഇല്ല എനിക്കൊരു ദിവസം ഒരു 50,000 രൂപ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ സാധിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതെന്താ കമന്റ് വരാത്തത്? ഇറ്റ്സ് വെരി ഈസി ഫോർ യൂണിവേഴ്സ്. ഒരാൾ മാത്രമാണ് കമന്റ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന് അത് ഏൺ ചെയ്യാൻ സാധിക്കും. ബഷീർ ഖാൻ. എന്താ ബാക്കിയുള്ള ആളുകൾക്ക് കമന്റ് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും പൈസ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും.
ലോ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കാത്തത്? ഇനിയിപ്പോൾ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പം നൗഫൽ എന്ന് പറയുന്ന വ്യക്തി വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലാണ് ജനിച്ചിട്ടുള്ളത് ഇമാജിൻ ചെയ്യാം. നൗഫലിൻ്റെ ഫാമിലിയിൽ നൗഫലിൻ്റെ പാരൻസോ അല്ലെങ്കിൽ നൗഫലിൻ്റെ ജ്യേഷ്ഠനോ അനിയനോ ഒക്കെ ആയിട്ട് ആരെങ്കിലും മന്ത്ലി ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. അയാളൊരു മാസം ഒരു 20 ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയിലാണ് നൗഫൽ ജനിച്ചിട്ടുള്ളതെങ്കിൽ നൗഫൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് ഇത് എന്തുകൊണ്ടാണ് നമുക്ക് സംഭവിക്കാത്ത വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനൊരു നമ്മൾ വിശ്വസിക്കാത്ത കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ നമ്മൾ വിശ്വസിക്കാത്ത കാര്യങ്ങൾ 100% നമ്മൾ വിശ്വസിക്കാത്ത കാര്യങ്ങൾ നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ അതിന് ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ അഫർമേഷൻസുള്ള പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഗോളിലേക്ക് നമ്മൾ എത്തുക. ഹൗ എന്നുള്ളത് ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കേണ്ടതാണ്. പക്ഷെ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ അതെത്താൻ പറ്റും. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ എക്സാമ്പിളിലൂടെ നമുക്ക് എങ്ങനെ ഒരു ദിവസം 50,000 രൂപ ഏൺ ചെയ്യാൻ സാധിക്കുന്നുള്ളത് പറഞ്ഞുതരാം. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു സമയമാകുമ്പോഴാണ് ഇതിലേക്ക് പറ്റുക. ഓക്കെ, ഇത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സമയമാകുമ്പോഴാണ് നിങ്ങൾ ഇതിലേക്ക്. ഇതൊരു രാവിലെ ഇന്ന് നിങ്ങൾ ഇത് എന്തൊക്കെയെന്ന് കേട്ടു, നാളെ രാവിലെ എണീറ്റിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മൈൻഡ് സെറ്റ് അല്ല. അതിനുള്ള റിസ്ക് എടുക്കാനും നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും ചെറിയ ഏണിങ്സ് നേടി നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. 1000 നേടുന്ന ഒരാൾ അതിനാദ്യം 1500 നേടി, അല്ലെങ്കിൽ 10,000 നേടുന്ന ആൾ 15,000 നേടി, പിന്നെ അത് 20,000 ആക്കി, പിന്നെ അത് 30,000 ആക്കി. അങ്ങനെ ഇതിനെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസം അയാൾക്ക് വരുമ്പോഴാണ് അയാൾക്ക് ഇതിലേക്ക് എത്താൻ സാധിക്കാം. അപ്പൊ നൗഫൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? നൗഫൽ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ ഈ ഡിസ്പോസിബിൾ ഐറ്റംസ് ഇല്ലേ, ഡിസ്പോസിബിൾ കവർ പ്ലാസ്റ്റിക് ഐറ്റംസിന്റെ പിന്നെ ഹോൾസെയിൽ ആയിട്ട് കടയിൽ കൊടുക്കുന്ന പരിപാടിയാണ്. ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ഐറ്റംസിന്റെ സാധനങ്ങൾ ഹോൾസെയിലായിട്ട് കടയിൽ സപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ് നൗഫലിന്. ഇതേപോലെ ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾ ദിവസം 50,000 രൂപ ഏൺ ചെയ്യുന്നുണ്ടാവോ? ഇതേ ബിസിനസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾ ദിവസം 50,000 രൂപ ഏൺ ചെയ്യുന്നുണ്ടാവോ? ചെയ്യുന്നുണ്ട്. ആരാ ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അയാൾ ചെയ്യുന്നത്? അവര് ഒന്നാമത് പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു 2 മാസത്തോളായിട്ടുള്ളൂ. അവര് ഈ ഫീൽഡിലേക്ക് 5 വർഷത്തോളമായി, 5 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒരുപാട് കൂടുതൽ ഏരിയ ഉണ്ട്, കൂടുതൽ കടകളുണ്ട്, കൂടുതൽ സ്റ്റാഫ് ഉള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ ഏൺ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്? അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് അതിനു വേണ്ടി കൂടുതൽ പ്രൊഡക്റ്റ് ഇറക്കുമതി ചെയ്ത് പിന്നെ ഓൺ പ്രൊഡക്റ്റ് ഒക്കെ ആക്കിയിട്ട് ആ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇതിലേക്ക് എനിക്ക് വലിയൊരു ഇൻസൈറ്റ് നൽകിയിരിക്കുന്ന എൻ്റെ സുഹൃത്തിന്റെ സ്റ്റോറി പറയാം. അവൻ എങ്ങനെയാണ് ഒരു മന്ത്ലി 50,000 രൂപ നേടിയിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇപ്പം ഞാനൊക്കെ അതിൻ്റെ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ 50,000 രൂപ ഞാൻ ഏൺ ചെയ്യുന്നില്ല, മന്ത്ലി ഡെയിലി ഏൺ ചെയ്യുന്നില്ല. മന്ത്ലി അതിലേറെ ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ഡെയിലി ഏൺ ചെയ്യുന്നില്ല. ഞാനും ഇത് ഡെയിലി ഏൺ ചെയ്യും. ആ ഏൺ ചെയ്യാൻ ഞാനൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് കുറേ സ്റ്റെപ്പുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനൊരു സിമ്പിൾ രണ്ട് എക്സാമ്പിളൂടെ എനിക്ക് പറഞ്ഞുതരാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിന് ഷോപ്പുകളാണ്. ഷോപ്പ് എന്ന് പറയുന്നത് ചെറിയ കോണിക്കൂടില്ലേ, കോണിക്കൂട്. ഈ കോണിക്കൂടിലാണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ് നടക്കുന്നത്. ഈ കോണിക്കൂടിൽ ഇദ്ദേഹത്തിന്റെ ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോർത്തുമുണ്ട്, അതേപോലെ തന്നെ ഈ ലുങ്കി ഐറ്റംസ് എല്ലാ ദിവസവും ധരിക്കാനും വേണ്ട ഡ്രസ്സുകൾ വിൽക്കുന്ന ഒരു ഷോപ്പുകളാണ്. ഓക്കെ, അദ്ദേഹത്തിന് ആദ്യം ഒരു ഷോപ്പാണ് ഉണ്ടായിരുന്നത്, ഒറ്റ ഷോപ്പാണ് ഉണ്ടായിരുന്നത്. ആ ഷോപ്പിൽ നിന്ന് അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം അദ്ദേഹത്തിന്റെ കൂലിയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റും കൂട്ടിയിട്ട് ഒരു 2,000 രൂപ ഏൺ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ വരുമാനം എത്രയാണ്? ഡെയിലി എത്രയാണ് ഏൺ ചെയ്യുന്നത്? 2,000 റുപ്പീസ്. കുറച്ച് ലോജിക്കൽ ക്ലാസ് ആണ്, പക്ഷെ നിങ്ങൾ അതിൻ്റെ ഇൻഡെപ്തിലേക്ക് നോക്കുക. അതായത് നമ്മൾ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി പറയുന്നത് കോമ്പൗണ്ട് എഫക്ട്. ഓക്കെ, ബഷീർ കാക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയുന്നൊരു കാര്യം, കോമ്പൗണ്ട് എഫക്ട്. അദ്ദേഹത്തോടൊക്കെ ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും. ഇപ്പം അദ്ദേഹത്തിന്റെ ഏണിങ്സ് എന്ന് പറയുന്നത് 2,000 റുപ്പീസ് ആണ്. ഓക്കെ,
ഒരു 10-15 വർഷം മുമ്പാണ് അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. കുറേ വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ തൊട്ടപ്പുറത്തുള്ള നാട്ടിൽ ഒരു 6-7 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു ദിവസം അദ്ദേഹത്തിന് പോയപ്പോൾ തോന്നി അവിടെ ചെറിയൊരു ഷട്ടർ റൂം ഓപ്പൺ ആയപ്പം ആ കോണിക്കൂറിൽ ഇതേപോലെ അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവ്സിന് വേണ്ടി ഇതേപോലെ ഷോപ്പ് ഇട്ടെടുത്തു. ആ സമയത്ത് അതിൽ നിന്ന് അദ്ദേഹത്തിന് ഫസ്റ്റ് തിരയിൽ അദ്ദേഹം പറഞ്ഞ 400-500 രൂപ ടേൺ ചെയ്തു പറഞ്ഞു. പിന്നെ അത് ഡെവലപ്പ് ചെയ്തപ്പോൾ അവിടുന്നും ഒരു 1000-1500 രൂപ അദ്ദേഹത്തിന് ഏണിങ്സ് കിട്ടിക്കൊണ്ടിരുന്നു. ഓക്കെ, പതിയെ ഏകദേശം എന്നോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 28 ഷോപ്പെങ്ങാനുണ്ട്. 28 ഷോപ്പെങ്ങാനുണ്ട്. ഈ 28 ഷോപ്പിൽ നിന്നും ഒരു ആവറേജ് ഒന്നും ഒരു 1500 രൂപ വെച്ചിട്ട് അദ്ദേഹത്തിന് ഏണിങ്സ് കിട്ടി. അപ്പൊ എത്ര ഉണ്ടാവും? 28 × 1500 എന്ന് പറഞ്ഞാൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 42. അല്ലേ? ഇപ്പൊ അദ്ദേഹത്തിന്റെ ഇൻകം എത്രയായി? 42,000 ആയി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഇൻകം 42,000 മാത്രമല്ല, ഈ 42,000 അദ്ദേഹത്തിന് ലഭിക്കുന്ന ഇൻകം ഉപയോഗിച്ചിട്ട് അദ്ദേഹം റിയൽ എസ്റ്റേറ്റിലും മറ്റുള്ള പല ബിസിനസ്സുകളിലും ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ 10ാം ക്ലാസ്സിന്റെ അടുത്ത് പാസ്സാവാത്ത വിദ്യാർത്ഥിയാണ്. അല്ല, 10ാം ക്ലാസ് പാസ്സാവാത്തതാണ് അദ്ദേഹം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ എൻ്റെ വേറെ സുഹൃത്തുണ്ട്. അദ്ദേഹം ഇതേപോലെ പറയണ, ഞാൻ ഗൾഫിലൊക്കെ പോയി എൻ്റെ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നിട്ട് ചെറിയൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ ക്ലിനിക്ക് പിന്നീട് വലിയ ഹോസ്പിറ്റലായിട്ട് മാറി. പിന്നെ അതിൽ നിന്ന് അദ്ദേഹം കുറെ പെട്രോൾ പമ്പുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തുന്നതാണ്. ഇനി ഞാൻ വേറെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോ ഒരാള് അയാളുടെ ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി, എനിക്കിപ്പോ ഒരു മാസത്തിൽ 50 ലക്ഷം റുപ്യ അല്ലെങ്കിൽ ദിവസം 50,000 രൂപ ഏൺ ചെയ്യാൻ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള നമ്മളെ മനസ്സിനെ നമ്മൾ വിശ്വസിപ്പിക്കുകയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പൊ ഇവിടെ ഏകദേശം എത്ര ആളുണ്ട്? ഏകദേശം 27 ആൾക്കാരുണ്ട്. ഓക്കെ, ഈ 27 ആൾക്കാരുള്ളത് പോലെ ഞാനൊരു 200 അല്ലെങ്കിൽ 500 ആളുകളെ, എനിക്ക് വിശ്വാസമുള്ള 500 ആളുകളെ ഞാൻ മീറ്റ് ചെയ്യാൻ പോകണം. എന്നിട്ട് ഞാൻ പറയാണ്, ബഷീർക്ക, ഞാൻ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഫ്ലാറ്റിന്റെ ഇതിന്റെ പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുക, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഞാൻ ഇത്രയും ആളുകളേക്ക് എടുത്തിട്ട് ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു 5 കോടിന്റെ ഒരു പ്രൊജക്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 5 കോടിന്റെ ഒരു പ്രൊജക്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ 5 കോടിന്റെ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനതൊരു വർഷം കഴിയുന്ന സമയത്ത് ഏകദേശം ഒരു 6 കോടിക്ക് തിരിച്ചു കൊടുത്തു. 6 കോടിക്ക് തിരിച്ചു കൊടുത്തു. ഓക്കെ, 6 കോടിക്ക് തിരിച്ച് കൊടുത്ത സമയത്ത് ഇതേപോലെയുള്ള 2-3 പ്രൊജക്ടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. 6 കോടിക്ക് തിരിച്ചു കൊടുത്ത് ബാക്കിയുള്ളവരുടെ പ്രോഫിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു 50 ലക്ഷം പ്രോഫിറ്റ് കിട്ടും. ജസ്റ്റ് ഇമാജിൻ, നമ്മളെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ജസ്റ്റ് ഇമാജിൻ, 50 ലക്ഷം എനിക്കൊരു മന്ത്ലി ഒരു ഇയർലി പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ മന്ത്ലി ഇൻകം എത്രയാവും? ഏകദേശം 4 എത്രയായി? 4.25 കൂട്ടാം. 4.25 കൂട്ടാം അല്ലേ? ഏകദേശം 4.25 കൂട്ടാം അല്ലേ? അപ്പൊ അതിന്റെ എത്ര പെർസെൻറ്റേജ് ആയി? ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നതിന്റെ ഡെയിലി നമുക്ക് 50,000 ആണെങ്കിൽ ഏകദേശം 15 ലക്ഷം രൂപയായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, അതിനൊരു 33% ആയി. ഇതേപോലെ നമ്മളുടെ മൈൻഡ് സെറ്റ് നമുക്ക് ഇതാക്കി വരുമ്പോൾ നമ്മളെ വിശ്വസിപ്പിക്കുന്ന ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒരു നിലത്ത് നിങ്ങളിപ്പോ എവിടെയാണ് താമസിക്കുന്നത് അവിടെ ഒരു 50 മീറ്ററിൽ ഒരു പലക ഇട്ടിട്ട് ആ പലകയിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്ന റിസൾട്ട് ആയിരിക്കും. പക്ഷെ അത് വലിയൊരു ഹൈറ്റിൽ വെച്ചിട്ട് നമ്മൾ നടക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ കാണുന്നത് വീഴുന്നതിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുക. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ വിശ്വാസത്തെ കൊണ്ടുവരാം. എങ്ങനെ വിശ്വാസത്തെ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുക? ഇതിനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിലേക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് വരികയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രക്രിയ എന്ന് വെച്ചാൽ ഈ പണത്തിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള കാര്യത്തിനെ കുറിച്ചിട്ടും നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ചെറുപ്പം മുതലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ മിസ്കൺസെപ്റ്റുകളുണ്ട്. ആ മിസ്കൺസെപ്റ്റുകളെ നമുക്ക് ഒഴിവാക്കുക എന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ മിസ്കൺസെപ്റ്റ് എന്താ വെച്ചാൽ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ പൈസയാണ് ശ്രദ്ധിച്ചുപയോഗിക്കണം എന്നല്ല പറഞ്ഞാൽ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല. പണമാണ്, ശ്രദ്ധിച്ചുപയോഗിക്കണം. ഓക്കെ, എന്ത് ചെയ്യും? ശ്രദ്ധിച്ചുപയോഗിച്ചിട്ടില്ലെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യും, ദരിദ്രരായി പോകും. അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡാണ് എന്നുള്ളത് ചെറുപ്പം മുതലേ നമ്മുടെ മൈൻഡിലേക്ക് നമ്മുടെ പേരൻസ് ത്രൂ, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ബാക്കിയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും പേടിപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര ഒരു ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ പറ്റുന്നതാണ്. എന്നാൽ ഈസി ആയിട്ട് പറ്റുന്നതല്ല വെച്ചാൽ പറ്റുന്നതല്ല. അതിന് പതിയെ പതിയെ നിങ്ങൾ ചെയ്യും. നിങ്ങൾ ഇപ്പോ ഈ ഒരു മാസത്തിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നതിനേക്കാളും അഡീഷണൽ ആയിട്ട് ഒരു 100 രൂപ ഉണ്ടാക്കാൻ എന്താ മാർഗം നോക്കിയാൽ മതി. നിങ്ങളിപ്പോ ആരോ ആയിക്കോട്ടെ, നിങ്ങളിപ്പോ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം ഉണ്ടായിരിക്കുന്ന വരുമാനത്തിനെക്കാളും ഒരു 100 രൂപ അഡീഷണൽ ഉണ്ടാക്കാൻ അത് പോസിബിൾ ആണോ അല്ലേ? യെസ് ഓർ നോ? ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഒരു 100 രൂപ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മുമ്പിൽ ഇന്നിപ്പോ എത്രയാണ്? ഏപ്രിൽ 16 ഏപ്രിൽ 16 മെയ് 16 ഉള്ളിൽ ഒരു 100 രൂപ ഏൺ ചെയ്യണം. നിങ്ങൾക്ക് എന്തോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 100 രൂപ ഏൺ ചെയ്യണം. ഇസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്? പോസിബിൾ ഓർ നോട്ട്? 100 രൂപ ഏൺ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ലഭിക്കുന്ന നിങ്ങൾക്ക് നിലവിലെ ജോലി ഉണ്ടാകുമ്പോൾ അതൊന്നും അല്ലാതെ ഇൻക്രിമെന്റ് എന്നുള്ള ഒരു 100 രൂപ അഡീഷൻ നിങ്ങൾക്ക് ഏൺ ചെയ്യണം. എല്ലാ ആളുകൾക്കും പോസിബിൾ ആണ്. 100 രൂപ ഏൺ ചെയ്യുകയാണെങ്കിൽ ഇതിന് 1000 ആക്കൽ പോസിബിൾ ആണോ അല്ലേ? ഒരു മാസം കൊണ്ട് 1000 ആക്കൽ പോസിബിൾ ആണോ അല്ലേ? പോസിബിൾ ആണ്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു വെക്കുക. ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചു വെക്കുക. 100ന് നമുക്ക് 200 ആക്കാം, 200ന് 300 ആക്കാം, അങ്ങനെ അതിന് 1000 ആക്കാൻ പറ്റും. 1000 ആക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 1000ന് 2000 ആക്കാൻ പറ്റും, 2000ന് 3000 ആക്കാൻ പറ്റും. ഇത് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യുവർലി എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വളരെ ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ ഞാൻ വിശ്വസിക്കാറുണ്ടായിരുന്നു. ഇന്നും ഞാൻ ഫിനാൻഷ്യലി ഒരു ഹൈ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷെ എനിക്ക് ഡാം ഷുവർ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ആ ഫിനാൻഷ്യലി ഹൈ ലെവലിലേക്ക് എത്താനുള്ള എൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ എൻ്റെ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കുകയാണ്. ആ ബെൽറ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ എന്താണ് ഈ ഒരു 5, 6, 7 വർഷം കൊണ്ട് ഞാൻ നേടിയിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഓക്കെ, ആ മൈൻഡ് സെറ്റിന്റെ പ്രത്യേകത മുന്നേ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് സെറ്റിൽ എനിക്ക് അറിയുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പറയുന്നത് ഈസി ആണെന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് എത്തിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ നേടിയിരിക്കുന്ന ഒരു ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത്. അതായത് ഈ വെൽത്ത് ഉണ്ടാവുന്നത്, സമ്പത്ത് ഉണ്ടാവുന്നത് ആദ്യം നിങ്ങളുടെ മൈൻഡിലാണ്. ഞാൻ ഈ സമ്പത്തിന്റെ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പല സ്ഥലത്തും പല ആളുകളും സ്റ്റക്ക് ആവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും പല ടാക്ടിക്സിലും ട്രിക്സിന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരാൾ എന്തായാലും സക്സസ് ആവും. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ എന്നുള്ളതൊന്നും വിഷയമല്ല. ബുദ്ധിയൊന്നും അല്ല ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇന്നലെക്കാളും ബെറ്റർ ആവാനുമായിട്ട് എന്ത് ആക്ഷൻസ് എടുക്കുന്നതാണ്. എനിക്ക് 100% പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഒരു പെർസെൻറ്റേജ് ഞാൻ എപ്പോഴും എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇന്നും ഞാൻ ട്രൈ ചെയ്തു. രാവിലെ എണീറ്റിട്ട് ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടി മുമ്പ് ഞാൻ ഹീലിങ്ങിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിച്ചു. ലൂയിസാന്റെ പുസ്തകത്തിനെ കുറിച്ചിട്ട് ഒന്നുകൂടെ റെഫർ ചെയ്തു. വീണ്ടും ഞാൻ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എടുത്തിട്ട് ഇതിലുള്ള കുറെ കാര്യങ്ങൾ ഞാൻ വീണ്ടും റെഫർ ചെയ്തു. ഇതിന് ശേഷം ഞാൻ ക്ലാസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഉറപ്പുവരുത്തി ഞാൻ എന്തോ പുതിയൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇറങ്ങും. ഏകദേശം 7 മണിയാകുമ്പോൾ എൻ്റെ ഓഫീസിലേക്ക് എനിക്ക് എത്തണം. 7 മണിക്ക് എനിക്ക് മീറ്റിംഗ് ഉണ്ട്. ഇന്നലെ ഫുൾ മീറ്റിംഗ് ആയിരുന്നു. രാത്രി വന്നിട്ട് നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇതിലേക്ക് നിങ്ങളത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ അതിലേക്കുള്ള ആക്ഷൻസ് എടുത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ ഒരു മാരത്തോൺ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു മാരത്തോൺ നടക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ സലീമിന്റെ നാട്ടിൽ ഒരു 5000ന്റെ മാരത്തോൺ നടക്കുന്നുണ്ട്. ആ 5000ന്റെ മാരത്തോൺ നടക്കുന്നത് ഒരു മെയ് മാസം അവസാനമാണ്. അപ്പൊ സലീം വിശ്വസിക്കുകയാണ് ഈ മെയ് മാസം അവസാനം നടക്കുന്ന 5000ന്റെ മാരത്തോണിൽ ഞാൻ ഫസ്റ്റ് അടിക്കും എങ്ങനെ സലീമിന് വിശ്വസിക്കാൻ പറ്റുക? സലീമിന് വിശ്വസിക്കുന്ന സലീം എന്ത് ചെയ്യണം? സലീം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. 5000ന്റെ മാരത്തോണ് ഞാൻ എന്ത് ചെയ്യും? മെയ് മാസം ആകുമ്പം അവസാനം ഞാനിങ്ങനെ ഓടിയെത്തുന്നു. ഓക്കെ, ആ റിബൺ ഞാൻ മുറിക്കുന്നു.
എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എനിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നു. എന്നിട്ട് സലീം ഇങ്ങനെ പുതച്ചു മൂടി കിടന്നുറങ്ങുന്നുണ്ട്. മാരത്തോൺ പാസ്സാൻ പറ്റുമോ? പാസ്സാൻ പറ്റുമോ? ഇല്ല. അതേ സമയത്ത് സലീം എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എണീക്കും. ഈ 5000ന്റെ മാരത്തോൺ ഇതാവാനും വേണ്ടിയിട്ട് ആദ്യത്തെ ദിവസം ഒരു 1000 മീറ്റർ ഓടി. ഓക്കെ, രണ്ടാമത്തെ ദിവസത്തിൽ 1200 ആക്കി, അങ്ങനെ അത് 1500 ആക്കി. അങ്ങനെ ഒരു മെയ് ഒരു 5 ഒക്കെ ആവുന്ന സമയമായപ്പോ തന്നെ 5000 കവർ ചെയ്തു. പിന്നെ 5000ത്തിന്റെ ടൈമിംഗ് കൂട്ടാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സലീം ഇങ്ങനെ ഓരോ സ്റ്റോപ്പ് വാച്ച് ഒക്കെ നോക്കിയിട്ട് വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സലീമിന് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റും? പറ്റും. സിംപിളി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണോ അറിയുന്നത്, നിങ്ങൾക്ക് എന്താണോ അറിയുന്നത്, നിങ്ങൾക്ക് ഈ പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്താണോ അറിയുന്നത്, എന്താണോ അറിയുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യത്തെ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന് എന്തെങ്കിലും ചെറിയൊരു പ്രോഗ്രസ് കൊണ്ടുവരും. അങ്ങനെ പ്രോഗ്രസ് കൊണ്ടുവന്ന് 1നെ 2 ആക്കി, 2നെ 3 ആക്കി, 3നെ 4 ആക്കി, 4നെ 5 ആക്കി നിങ്ങളുടെ ഈ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് വരിക ചെയ്യും. എനിക്കറിയാം ബിമാജിക്കിൽ എന്നെ പങ്കെടുക്കുന്ന പല ആളുകളുടെയും വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ക്ലാസ്സുകളും എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഈ വെൽത്തിന്റെ ഭാഗത്തിലേക്ക് എത്തുമ്പോഴുള്ള ഭാഗത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ, ഒരു റിസ്ക് എടുക്കാനും വേണ്ടിയിട്ട് ആരും തയ്യാറാവുന്നില്ല. എല്ലാവർക്കും വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, ആർക്കും മരിക്കാനാവില്ലെന്ന് അറിയാം. ഓക്കെ, സ്വർഗത്തിൽ പോകാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ ചോദിക്കുകയാണ് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം വെച്ചാൽ എല്ലാവരും എസ് പറയും. മരിക്കാൻ ആർക്കും ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. ഓക്കെ, എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരു റിസ്ക് എടുക്കാനോ അതിനു വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുക്കാനോ നമ്മൾ തയ്യാറാവുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് മെയ് 16 വരെ, ഏപ്രിൽ 16 മുതൽ മെയ് 16 വരെ ഞാൻ ഇപ്പോഴുള്ള വ്യക്തിയിൽ നിന്നും 1% അപ്ഡേറ്റ് ആവും. അതിന് ഞാൻ ഇന്ന ആക്ഷൻസ് എടുക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുക. കുറെ മോട്ടിവേഷനോ കുറെ ക്ലാസ്സുകളോ കേൾക്കുന്നിടത്തല്ല. ഇപ്പോൾ ഉള്ള നിങ്ങളിൽ നിന്നും ഒരു മെയ് 16 ആകുമ്പോൾ, ഒരു മാസം കഴിയുമ്പോൾ എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക, എന്ത് ആക്ഷനാണ് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത്, എൻ്റെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര രൂപയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക? ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല. ഒരു മാസം കഴിയുമ്പം എൻ്റെ സമ്പത്ത് ഇത്രയായിരിക്കും, അത് ആദ്യം സെറ്റ് ചെയ്യുക. ആദ്യം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പിക്ചറിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ് മെയ് 16 ആകുമ്പോഴേക്ക് എനിക്കൊരു 50,000 രൂപ ഉണ്ടാക്കണം. എക്സാമ്പിൾ ഞാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് അതിന്റെ പിക്ചറിന് ക്ലാരിറ്റി കുറവായിരിക്കും. പക്ഷെ ഞാൻ ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇന്നൊരു അരമണിക്കൂർ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനിരുന്നു, എങ്ങനെ 50,000 ഉണ്ടാക്കാം. നാളെ ഒരു അരമണിക്കൂർ ഇരുന്നു, മറ്റന്നാൾ ഒരു അരമണിക്കൂർ ഇരുന്നു. എല്ലാ ദിവസവും ഞാൻ ഈ ഒരൊറ്റ സംഭവങ്ങൾ മാത്രം ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്ത് ഞാൻ എനിക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുമോ? എസ് ഓർണോ? ഒരു ഐഡിയ കിട്ടുമോ? ഇംപ്ലിമെന്റ് ചെയ്തോ ഇല്ലെന്നല്ല, എസ് ഓർണോ? മിനിമം ആക്ഷൻ ആണല്ലോ. അതിനെക്കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇരുന്നു, അല്ലേ? ഈ ഐഡിയനെ ഞാൻ ഡെവലപ്പ് ചെയ്ത് മെയ് 16 ആകുമ്പോൾ ചിലപ്പോൾ എനിക്ക് സമ്പത്തൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ആശയം ഉണ്ടാവും, ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ആശയം ഉണ്ടാവും. അത് മതിയാവും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുകയും ആ ഗോളിലേക്ക് എത്താനുള്ള ആക്ഷൻസ് എടുത്തുകൊണ്ടേയിരിക്കുക. ആ ആക്ഷൻസ് എടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വരും. ദൈവം പറയാണ് ഖുർആനിൽ, ക്ഷമിക്കുന്നതിന്റെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പൊ അയ്യോ ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് അല്ലല്ലോ കിട്ടിയിരിക്കുന്നത്, ഇത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അത് യൂണിവേഴ്സിന്റെ കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ പ്രോഗ്രസ് ഉണ്ടായി യു വിൽ ഗെറ്റ് എ ഫോർമുല. നിങ്ങൾക്കൊരു ഫോർമുല കിട്ടുകയാണ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പറഞ്ഞു വന്നതിന്റെ സ്ഥാനത്തിലുള്ളൂ. അപ്പൊ ഈ പണത്തിനെ കുറിച്ചിട്ടുള്ള തോട്ടുകൾ നിങ്ങൾ ഹീൽ ചെയ്ത് കളയണം. അതിന് നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മണിയായിട്ട് ബന്ധപ്പെട്ട അഫോർമേഷൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട അഫോർമേഷൻസ് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതായത് സമ്പൽ സമൃദ്ധി എന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച എല്ലാ പണത്തിനും നന്ദി, ഇനി ലഭിക്കാനിരിക്കുന്ന പണത്തിനും നന്ദി, ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡും ഇതും കൊടുത്തിട്ട് പണം എന്ന് പറയുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പേടിയിൽ നിന്ന്, പണം എന്ന് പറയുന്ന സംഭവത്തിനെ നിങ്ങൾ പേടിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇപ്പൊ ഒരു ഹിന്ദു മിത്ത് പ്രകാരമാണെങ്കിൽ ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ഒരു സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട ദേവിയാണ്. ഈ ദേവി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾ പേടിക്കുകയാണ്. ഓക്കെ, മുസ്ലിംസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊക്കെ, പക്ഷെ ബറാക്കത്ത് അല്ലെങ്കിൽ ബറാക്ക അല്ലെങ്കിൽ ബറക്കത്ത് എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം. അപ്പൊ ഇതിനെപ്പോഴും സ്നേഹിക്കാനും
ഇത് നല്ലതാണെന്നുള്ളതും പണം ഉണ്ടാക്കിയിട്ട് ഉള്ളൊരു സംഭവത്തിനെ കുറിച്ച് നിങ്ങളപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഹീല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെറുപ്പത്തിലേ കിട്ടിയിരിക്കുന്ന പല തോട്ടുകളും ഉണ്ടാവും, പണമായിട്ട് ബന്ധപ്പെട്ട പല തോട്ടുകളുണ്ട്. അപ്പൊ അത്തരം പുസ്തകങ്ങൾ വായിക്കും. അപ്പൊ എസ്പെഷ്യലി എനിക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് പറയുന്ന പുസ്തകമാണ്, വായിക്കാത്ത ആളുകളുണ്ടെങ്കിൽ വായിക്കുക, ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ. ഓക്കെ, റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന് പറയുന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ദാറ്റ്. അതേപോലെ തന്നെ റിച്ച് ഡാഡും പൂർ ഡാഡും. റിച്ച് ഡാഡും പൂർ ഡാഡും എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അത്ര ഈസി അല്ല. ബട്ട് നിങ്ങൾക്ക് വളരെ സ്റ്റോറി ടെല്ലിംഗ് പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിന്റെ ഒരു കോമ്പൗണ്ട് എഫക്ട് എന്താണെന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന് പറയുന്നത്. ഇത്തരം പുസ്തകങ്ങൾ വായിക്കുകയും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു തോട്ട് ഉണ്ടാവും, ആ തോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ സാധിക്കും. സോ താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിവേ ഇന്ന് നമുക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്കിംഗ് ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ഷെയർ ചെയ്യാനുള്ള ഒരു ടൈമാണ്. സോ നിങ്ങൾക്ക് ടീം മെമ്പേഴ്സ് പ്ലീസ് വെൽക്കം. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം. എന്തെങ്കിലും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ചോദിച്ചോളൂ. ആർക്കും സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ലേ? മാജിക് മോർണിംഗ് സാർ. സാർ ഈ മിറർ പ്രാക്ടീസിനെ കുറിച്ചൊന്ന് പറയുമോ? മിറർ പ്രാക്ടീസ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം, നിങ്ങളൊരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക, ആ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് പല സമയത്തും ഈ ഹീലിംഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിൽ നിന്നായിരിക്കും, നമ്മുടെ മുമ്പിൽ നിന്നായിരിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുക. എല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങൾ മേക്കപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ്സിങ് ചെയ്യാനൊക്കെ നിൽക്കുന്ന സമയത്ത് കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ജസ്റ്റ് നിങ്ങൾ കണ്ണിലേക്ക് നോക്കിയിട്ട് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങൾ പറയുക ഐ ലവ് യു എന്ന് പറയുക. ഏറ്റവും സിമ്പിൾ നിങ്ങൾ പറയുക ഐ ലവ് യു, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. പിന്നെ നിങ്ങൾ പറയുക ഐ റെസ്പെക്ട് യു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. പിന്നെ പറയുക ഐ ഹോണർ യു, ഞാൻ നിങ്ങളെ ആദരിക്കുന്നു. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ് ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഐ ലവ് യു, ഓക്കെ, ഫീലിങ്ങോട് കൂടിയിട്ട് ഐ റെസ്പെക്ട് യു, ഐ ഹോണർ യു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഫീൽ ഒന്നും ചെയ്തെന്ന് വരില്ല ഫസ്റ്റ് ഡേയിൽ. സെക്കൻഡ് ഡേയിൽ ഫീൽ ചെയ്തെന്ന് വരില്ല. പക്ഷെ കുറച്ച് ദിവസം നിങ്ങൾ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. നമുക്കുണ്ടാവുന്ന ഡൗട്ടുകൾ, സെൽഫ് ഡൗട്ടുകൾ, നമ്മുടെ ഡിപ്രഷന്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മെന്റൽ ആയിട്ടുള്ള ട്രോമകൾക്കും ഇതിനും ഈ ഒരു ഒറ്റ പ്രാക്ടീസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യും, ഇമാജിൻ ചെയ്തിട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇമാജിൻ ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് നിങ്ങളിങ്ങനെ വളരെ സ്നേഹത്തോട് കൂടി ഫീലിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു പ്രണയിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകനോടോ കാമുകിയോടോ ഒക്കെ എത്ര ഫീലിങ്ങോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ ഐ ലവ് യു പറയുക, അതിൻ്റെയും ഒരു ഡബിൾ ഫീലിങ്ങോട് കൂടിയിട്ട് നമ്മളോട് തന്നെ പറയുക ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങളെ ആദരിക്കുന്നുണ്ട്. ഇത് രണ്ട് രീതിയിൽ നിങ്ങൾ കണക്റ്റഡ് ആവും. ഒന്ന് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവും, രണ്ട് നിങ്ങളുടെ സോളിലേക്ക് കണക്റ്റഡ് ആവും. നിങ്ങളുടെ സോളിലേക്ക് കണക്റ്റഡ് ആവുക എന്ന് പറയുന്നത് നിങ്ങളത് ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സിലേക്ക് കണക്റ്റഡ് ആവും. ഓക്കെ, കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ ദൈവത്തിന്റെ ഒരു അംശമുണ്ട്. ആ ദൈവത്തിന്റെ അംശം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബ്രീത്താണ്. ക്ലിയർ ആയോ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ എന്നെ മാത്രമല്ല എന്നെയും സ്നേഹിക്കുന്നുണ്ട്, ഈ പ്രപഞ്ച ശക്തിയും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, Then next, എന്തെങ്കിലും ഡൗട്ട്സ് ഇപ്പൊ ഇതുപോലെ തന്നെ ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാട്ടോ. ഓക്കെ, ഓക്കെ. എനിവേ നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഡൗട്ട്സ് ഒന്നും ഇല്ല, എല്ലാവരും ക്ലിയർ ആണ് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിവേ സോ മച്ച് ടു ഓൾ ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. നല്ല ക്ലാസ്. താങ്ക് യു. താങ്ക് യു സർ.
Thank you. Thank you all. Thank you. Thank you, sir.